ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴാഴ്ചയായ ഇന്ന് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്ന് 2026 ജൂൺ 18 വ്യാഴാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ഇന്ന്. പുഷ്യം നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:41 സൂര്യാസ്തമയം വൈകുന്നേരം 7:15 ശുഭകാര്യങ്ങൾക്കായി അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:01 മുതൽ 12:55 വരെയാണ്. എന്നാൽ ഉച്ചയ്ക്ക് 2:10 മുതൽ 3:52 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, ചന്ദ്രൻ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ സംക്രമണത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. ഇന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരം വാർത്തകൾ കൊണ്ടുവരുന്ന നേട്ടങ്ങളും സന്തോഷവും ആസ്വദിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ വാർത്ത ഒരു സുഹൃത്തിൽ നിന്നായിരിക്കാം വരുന്നത്. അതിനാൽ അവരുടെ വിജയവും നേട്ടങ്ങളും ആഘോഷിക്കാനും അവരെ പിന്തുണയ്ക്കാനും തയ്യാറായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം പച്ചയാണ്. ഉച്ചയ്ക്ക് 2:15 മുതൽ 3:45 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. 2026 നിങ്ങളുടെ ജീവിതത്തിൽ ശനിഗ്രഹം വലിയൊരു പങ്കുവഹിക്കുന്നതിനാൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും വേണ്ടി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ പ്രത്യേക പരിഹാരം: പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഇന്ന് നിങ്ങളെ പല കാര്യങ്ങളിലും തിരക്കുള്ളവരാക്കി മാറ്റിയേക്കാം. ഇത് നിങ്ങളെ അല്പം തളർച്ചയോ ആശയക്കുഴപ്പമോ അനുഭവിക്കാനിടയാക്കും. നിങ്ങൾ സമാധാനവും ശാന്തതയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഇന്നത്തെ ദിവസം വളരെ തിരക്കേറിയതായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ദിവസം തിരക്കേറിയതാണെങ്കിലും മനസ്സ് ശാന്തമായി വെച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 6:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം രാഹുവിൻ്റെ ഊർജം നിങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ മാനസിക സമാധാനവും വൈകാരിക സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്നത്തെ തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം വിശ്രമിക്കുക. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം അവതാളത്തിലായേക്കാം. പണം വരുന്നത് കുറയുകയും ചെലവുകൾ കൂടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ്. അല്ലാത്തപക്ഷം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകൾ പരമാവധി കുറയ്ക്കുക. ആഡംബരങ്ങൾ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനത്താൽ 2026 വർഷം ഉടനീളം പുരോഗതിയുടെ അവസരങ്ങൾ ലഭിക്കും. അതിനാൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരം: മനസ്സിന്റെ വ്യക്തതയ്ക്കായി ഇന്ന് ധ്യാനത്തിൽ ഏർപ്പെടുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഇന്ന് ആരുമായും, പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അവർ നിങ്ങളുടെ വിജയത്തിൻ്റെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ
ജോലിസ്ഥലത്ത് എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറാൻ ശ്രദ്ധിക്കുക. ധനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഈ സമയം കടന്നുപോകും. പിന്നീട് കൂടുതൽ അനുകൂലമായ സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം. വെള്ള നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഊർജത്തെ വികസിപ്പിക്കുന്നതിനാൽ ഒരു പ്രത്യേക രത്നം അല്ലെങ്കിൽ വസ്തു ധരിക്കുന്നത് നിങ്ങളുടെ ഉൾവിളികളെ ഉണർത്താനും മാനസിക ഭാരം കുറയ്ക്കാനും സഹായിക്കും. ഇന്നത്തെ പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കാണുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്യുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. കാരണം മുൻപ് വാഗ്ദാനങ്ങൾ നൽകിയവർ അത് പാലിക്കാത്തത് നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളെ ബാധിക്കാതെ നോക്കുക, ശാന്തത പാലിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് അനുസരിച്ച് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഉടൻ തന്നെ വേഗത്തിലാകും. ഇന്ന് പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് പോസിറ്റീവ് കോസ്മിക് ഊർജത്തെ ആകർഷിക്കാൻ സഹായിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഈ സമയത്ത് രാഹുവിന്റെ സയ ശക്തമായിരിക്കാം. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം വ്യക്തതയ്ക്കും വേണ്ടി ഒരു രക്ഷാകവചം അല്ലെങ്കിൽ രത്നം കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്നൊരു പുസ്തകം വായിക്കുക. ഇത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. പ്രിയ കന്നി രാശിക്കാരെ, ചന്ദ്രൻ കർക്കടകം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുകയും പ്രശ്നങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ദേഷ്യത്തിന് അടിമപ്പെടരുത്, കാരണം അത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കുറയ്ക്കാൻ കാരണമാകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വൈകാരികവും മാനസികവുമായ ഒരു ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. വയലറ്റ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചേക്കാം. അതിനാൽ ഒരു പെൻഡന്റ് ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകും. പരിഹാരം: പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം പരീക്ഷിച്ചു നോക്കൂ. പ്രിയ തുലാം രാശിക്കാരെ, കർക്കടകം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം ഇന്ന് നിങ്ങൾക്ക് അല്പം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. അല്പനേരം വിശ്രമിക്കാനും സ്വന്തം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താനും ഈ ഗ്രഹസ്ഥിതി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു പുസ്തകം വായിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുക. ഇത് നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കാനും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ സജ്ജരാക്കാനും സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് വൈൻ റെഡ് നിറം ഭാഗ്യം നൽകും. ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഈ വർഷം ശനിയുടെ തീവ്രമായ ഊർജത്തെ പ്രതിരോധിക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: കൃത്യമായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഇന്ന് നിങ്ങളുടെ ആത്മാവിന് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും. ഇന്ന് കുടുംബാംഗങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബത്തോടുള്ള നിങ്ങളുടെ സ്നേഹം ഇന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നുവെന്നും അവരെ അറിയിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൂടുതൽ പോസിറ്റീവ് ഊർജം സ്വീകരിക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഭാഗ്യവും പോസിറ്റിവിറ്റിയും ആകർഷിക്കാൻ ഇന്ന് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഈ വർഷം ശനിയുടെ കഠിനമായ പാഠങ്ങൾക്കിടയിൽ മാനസിക വ്യക്തത ലഭിക്കാൻ ഒരു രത്നം അല്ലെങ്കിൽ വസ്തു കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുക.
പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക സമാധാനം നൽകും. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷവും പോസിറ്റിവിറ്റിയും നിറയ്ക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നത് ജീവിതത്തിൽ കൂടുതൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തുകയും ഭാവിയിൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കാൻ ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറം വയലറ്റ് ആണ്. വ്യാഴം ഗ്രഹത്തിൻ്റെ അനുഗ്രഹം വർഷം മുഴുവൻ നിലനിൽക്കാൻ ഭാഗ്യത്തിനായി ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ പവിത്രമായ വസ്തുവോ ഉപയോഗിക്കുക. പരിഹാരം ഇന്ന് നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, വിദേശത്ത് താമസിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഇന്ന് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. കർക്കടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ സാമൂഹിക കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് വളരെ തിരക്കിലായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് അനുസരിച്ച് ഇന്ന് അപ്രതീക്ഷിതമായി അതിഥികൾ വരാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങളുടെ ആതിഥ്യമര്യാദയ്ക്കും ദയയ്ക്കും പ്രതിഫലമായി വിദേശയാത്രയ്ക്കുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഇന്ന് കടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹുവിൻ്റെ അപ്രതീക്ഷിതമായ സ്വാധീനമുള്ളതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു കവചമോ മന്ത്രമോ ഉപയോഗിക്കുക. പരിഹാരം ഇന്ന് സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്താനും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഇന്ന് നിങ്ങളുടെ രൂപഭംഗിയിലും വ്യക്തിത്വത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഇതിന് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും ലഭിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന കാര്യങ്ങളിൽ ഇന്ന് സമയം ചെലവഴിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം കൂടുതൽ പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഇന്ന് രാത്രി 10 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യവും പോസിറ്റിവിറ്റിയും നൽകുന്ന ഏറ്റവും മികച്ച സമയമാണ്. ഈ വർഷം ശനിഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ സ്വാധീനിക്കുന്നതിനാൽ ജീവിതത്തിൽ സ്ഥിരത നിലനിർത്താൻ ഒരു ശുഭചിഹ്നം അല്ലെങ്കിൽ വസ്തു കൂടെ കരുതുക. പരിഹാരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിലാണ്. നിങ്ങളുടെ ധൈര്യമോ കഠിനാധ്വാനമോ അല്ല, മറിച്ച് നിങ്ങളുടെ ഭാഗ്യമാണ് ഇന്ന് നിങ്ങളെ തുണയ്ക്കാൻ പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്ന ഒരു ദിവസമാണെന്ന്. എന്നാൽ ഇതൊന്നും നിങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഭാഗ്യത്തിന്റെ ഈ തരംഗത്തിൽ ഒന്ന് ഒഴുകി നീങ്ങുക. അത് നിങ്ങളെ ദിവസാവസാനം വരെ വിജയത്തിലേക്ക് എത്തിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയും പൂർണ്ണ സത്യസന്ധതയോടെ ഈ സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. കൂടാതെ വരും കാലത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില മൂല്യവത്തായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതിനാൽ വിശാലമായി ചിന്തിക്കുകയും ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഈ വർഷം ശനിയുടെ തീവ്രതയെ സന്തുലിതമാക്കാൻ നിങ്ങളുടെ അടുത്ത് ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ സൂക്ഷിക്കുക. പരിഹാരം ഇന്ന് വീട്ടിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണം പാകം ചെയ്യുക.